എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രചരണം, അതായത് എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു കാര്യത്തെ പ്രഖ്യാപിക്കുകയും ആ കാര്യത്തിൽ ഊന്നിക്കൊണ്ട് ആ ഒരു വർഷം മുഴുവനുള്ള പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സാധാരണ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണ ഐക്യരാഷ്ട്രസഭയുടെ ഒരു വാചകം എന്ന് പറയുന്നത് നേച്ചർ ഈസ് നോട്ട് ഓപ്ഷണൽ, ഇറ്റ് ഈസ് സെൻട്രൽ ടു ക്ലൈമറ്റ് റെസിലിയൻസ് ആൻഡ് അവർ കളക്റ്റീവ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതായത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നുള്ളതാണ്. ശരിക്കും ഇത്തവണത്തെ ഈ ഒരു വാചകം വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാരണം നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിനോട് ചേർത്ത് ഇൻസ്പയർഡ് ബൈ നേച്ചർ എന്നുകൂടെ പറയുന്നുണ്ട്. അതായത് പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായിട്ടും നമ്മുടെ ഭാവിക്കായിട്ടും പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോ ഈ പ്രമേയം, അതായത് എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ ഒരു ആതിഥേയ രാജ്യത്തോടൊപ്പമാണ് ഈ ഒരു പ്രമേയം പാസ്സാക്കുക. ഈ വർഷം അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിലും നമ്മൾ ഇതിനോട് കൂടി ചേർക്കുന്നു എന്നുള്ളതാണ്. ഈ വർഷം ആതിഥേയത്വം വഹിക്കുന്നത് ഒരു അസർബൈജാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിൽ UN പരിസ്ഥിതി പരിപാടി ആണ് ഈ പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഓരോ വർഷവും ഈ കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് പറയുന്ന കാര്യം പ്രകൃതി ഒരു ഐച്ഛികമല്ല, അതായത് നേച്ചർ ഈസ് നോട്ട് ഓപ്ഷണൽ എന്നുള്ളതാണ്. നമ്മുടെ ഇച്ഛ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം തിരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യം, ഒരു വിഷയം മാത്രമായിട്ട് പ്രകൃതിയെ കാണാതെ അത് ഒരു കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുടെയും നമ്മുടെ കൂട്ടായ ഭാവിയുടെയും കേന്ദ്രമായിട്ട് കണ്ടു തുടങ്ങുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതില് അവരെ കൂട്ടിച്ചേർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രകൃതിയിൽ തന്നെ പ്രകൃതിയുടെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം മറഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, പ്രകൃതിയില് വൻതോതിൽ നമ്മൾ വനനശീകരണം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ വനം വെച്ചുപിടിപ്പിക്കുമ്പോൾ തന്നെ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്നുള്ളത്. അതുപോലെ തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലൂടെ വെള്ളപ്പൊക്കങ്ങൾ കുറയ്ക്കാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ തീരപ്രദേശങ്ങളിൽ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ അവ സംരക്ഷിക്കപ്പെടുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ജൈവ വൈവിധ്യത്തെ നമ്മൾ കാത്തു രക്ഷിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, പ്രകൃതിദത്ത സംവിധാനങ്ങളിൽ തന്നെ നമുക്ക് ധാരാളം പഠിക്കാനും അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രകൃതി എങ്ങനെയാണ് ചുറ്റുപാടിനെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പം കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് നമ്മൾ ഏറ്റവും നന്നായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ കാലാവസ്ഥാ പ്രവർത്തനവും പ്രകൃതി സംരക്ഷണവും തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, കാലാവസ്ഥ ഇപ്പൊ ആഗോള താപനം വരുന്നു, ഒരുപാട് ജീവികള് അതിനാൽ നശിപ്പിക്കപ്പെടുന്നു. മനുഷ്യരെ മാത്രമല്ല, ഇത് മറ്റെല്ലാ ജീവികളെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ വനങ്ങൾ, നദികൾ, ഇതെല്ലാം ആഗോള താപനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന സമയത്ത് ഇവയ്ക്കെല്ലാം നാശം സംഭവിക്കുന്നുണ്ട്. മൊത്തത്തില് ജൈവ വൈവിധ്യം തന്നെ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ആവാസ വ്യവസ്ഥകളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഇത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, മനുഷ്യരെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ്. അതായത് വന്യജീവി സംരക്ഷണം മാത്രമല്ല, നമ്മളെപ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മറ്റ് ആവാസ വ്യവസ്ഥകളെ മാത്രമല്ല, മനുഷ്യരെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് ഇത്തവണ പറയുന്നുണ്ട്. അതായത് മനുഷ്യരുടെ ആരോഗ്യം, മനുഷ്യരുടെ ഭക്ഷ്യ സുരക്ഷ, അതുപോലെ ജല സുരക്ഷ, മറ്റു ഉപജീവന മാർഗങ്ങൾ, ഭാവി തലമുറകൾ, ഇവയെ കൂടി സംരക്ഷിക്കുന്നതിന് നമ്മൾ മുൻഗണന നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൽ പ്രകൃതിയുടെ പങ്ക് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കി പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾ അതിന്റെ പ്രചോദനം ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒളിമ്പസ്, അതായത് നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം ഡീപ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിലൂടെയാണ്. അതായത് ആഴ പരിസ്ഥിതിയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടതെന്ന് വെച്ചാല്, പ്രകൃതിയിൽ തന്നെ എല്ലാ
അതായത് പ്രകൃതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രകൃതിയെ പരിചരിക്കാനും പ്രാപ്തമാണെന്നുള്ളതാണ്. അതായത് പ്രകൃതി എന്ന് പറയുന്നത് തന്നെ സ്വയം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പരിഹരിക്കപ്പെടുന്നതും എല്ലാം സ്വയമേവ തന്നെ സംഭവിക്കുന്നു എന്നാണ്. പക്ഷെ മനുഷ്യരുടെ എന്താ പറയാ ശരിയല്ലാത്തൊരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവിടെ തടസ്സം നേരിടുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രകൃതിയുടെ തത്വങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രകൃതി എങ്ങനെയൊക്കെയാണ് ഈ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതിൽ നിന്ന് നമ്മൾ മാതൃകയായിട്ട് കാണേണ്ടതാണ്, പ്രകൃതിയെ മാതൃകയാക്കേണ്ടതാണ്. അതുപോലെ പ്രകൃതി എങ്ങനെയാണ് സ്വയം പ്രതിരോധശേഷി ആർജിക്കുന്നത്, അതിന്റെ സംവിധാനത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി പ്രകൃതിയിൽ നിന്നും വേറിട്ടതല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലേക്കായിട്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അതുപോലെ വലിയൊരു മനുഷ്യരെക്കാൾ മറ്റ് ജീവികൾക്കും ഇവിടെ വലിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം കൂടി മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന പരിഗണന നൽകുക, അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ നൽകുക എന്നുള്ളതൊക്കെയാണ് ഇപ്രാവശ്യത്തെ പ്രമേയത്തിലൂടെ നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഒളിമ്പസിന്റെ എല്ലാ പരിപാടികളും പ്രകൃതിയുടെ സ്വയം പ്രവർത്തനത്തിൽ നിന്നുകൊണ്ടുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇത്തവണ അതിനോട് ചേർന്നുള്ള ഒരു പ്രമേയമാണ് ലഭിച്ചത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചെറുതായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്തതായിട്ട് വർഗീസ് ഏട്ടനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം.